ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ കാ ഫെസ്റ്റിൽ ഉള്ളത് അരുൺ അജികുമാർ. ഹായ് അരുൺ. ഹായ്. ഹൗ ആർ യു? ഓൾ ഗുഡ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സെഷനൊക്കെ? അടിപൊളി സെഷൻ ആയിരുന്നു. സിനിമയ്ക്ക് ശരിക്കും നല്ല മാറ്റം വരുന്നുണ്ടോ? എന്താണ് തോന്നുന്നത്? സിനിമ പിന്നെ മാറിയല്ലോ, അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ എപ്പോഴും പരിപാടികൾ കിട്ടുന്നതും വരാൻ പറ്റുന്നതൊക്കെ എന്ന് വിശ്വസിക്കുന്നു. അടിപൊളി. പിന്നെ എസ്തെറ്റിക് കുഞ്ഞമ്മ എങ്ങനെ പോകുന്നു? സിനിമ നന്നായിട്ട് പോകുന്നു. നല്ല കുറച്ച് രസമുള്ള പ്രോജക്ട്സ് ഉണ്ട്. നമ്മളെല്ലാരും ഹാവിങ് ഫൺ വിത്ത് ഇറ്റ്. ഓക്കെ, അടിപൊളി. ഇപ്പം ഡേസറയിലൊക്കെ അരുണിന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസും എങ്ങനെയായിരുന്നു? പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടോ? കുറച്ചധികം പരിപാടികൾ എനിക്ക് കിട്ടി. ഭാഗ്യവശാൽ കുറച്ച് നല്ല കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. ചിലത് ഡിസ്കഷൻസിലാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ പുറത്തു പറയാൻ പറ്റുന്ന സാധനങ്ങളായിട്ടൊന്നുമില്ല. ഞാനിപ്പം നമ്മുടെ അമൽ നീരജ് സാറിന്റെ ബാച്ചിലർ പാർട്ടിയിൽ ഞാൻ ചെറിയ വേഷം അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, ഈ ചെറിയ ചെറിയ പരിപാടികളല്ലാതെ വലിയ വലിയ പരിപാടികൾ ഇനിയും നമുക്ക് ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ? അങ്ങനെ വരട്ടെ, അതിനുവേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. വരും. ആണല്ലേ? ഓക്കെ, ഇനി നമുക്ക് അരുണിന്റെ ഒരു വൈബ് ചെക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ കുറച്ച് വാക്കുകൾ പറയും. അപ്പൊ ഇതിന്റെ മീനിങ് എന്താന്ന് അരുൺ അറിയാന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാണ്. അതായത് ഇപ്പൊ നമ്മുടെ സിനിമയൊക്കെ മാറി തുടങ്ങി, ജെൻസി വൈബ്സ് ഒക്കെ വന്നു. ഡെലുലു വേൾഡിലാണല്ലോ നമ്മള്. അപ്പൊ കുറച്ച് ഡെലുലു വാക്കുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാണ്. ഓക്കെ, ചൂഗി. ചൂഗി എന്തായിരിക്കും? നമ്മുടെ മലയാളം കൾച്ചർ കുറച്ച് ചൂഗിയായി മാറി. മാൻ ഗസ് ചെയ്താ മതി. വിയേർഡ് അല്ല, ഔട്ട്ഡേറ്റഡ്. നമ്മുടെ കൾച്ചറൊക്കെ മാറി തുടങ്ങി. പഴയ വാക്കുകൾ അത് ഇംഗ്ലീഷും നമ്മൾ സ്ലാങ് ആയിട്ട് ഇപ്പൊ മംഗ്ലീഷ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ബസ്സിൻ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ നടക്കുന്നത്? വാട്സ്ആപ്പ് പോലത്തെ ഒരു സാധനമാണ്. ഇപ്പൊ എന്താ നടക്കുന്നത്? അത് കേട്ടിട്ടുണ്ട്. പിന്നെ നോ ക്യാപ്. കള്ളം അല്ലാന്നാണോ അതോ? അതെ, കറക്റ്റാ. നോ ക്യാപ് സത്യം. സത്യമാണ്. ഓക്കെ, അടിപൊളി. അപ്പം വൈബ് ചെക്കില് അരുൺ പക്കയാണ്. ഇനി നമുക്ക് ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യാം. അപ്പം അരുണിന്റെ ഔട്ട്ഫിറ്റ് എവിടെ നിന്നാണ് പറഞ്ഞോളൂ. അയ്യോ, അത് വളരെയധികം കഷ്ടപ്പെട്ട് ക്യൂറേറ്റ് ചെയ്ത പല പല എത്ര രൂപ? 1,00,000? ഇല്ല, നമ്മള് ഭയങ്കര വില മുടക്കുന്നതിലുള്ള കാര്യം. നല്ല നല്ല സാധനങ്ങൾ കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പല പല സാധനങ്ങളാണ്. ഇനിയും നമുക്ക് എന്തൊക്കെ അരുണിന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും ഫ്യൂച്ചർ? ഐ വിഷ് നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റണം, അഭിനയിക്കണം, നല്ല ക്യാരക്ടറുകൾ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട് എനിക്ക്. ഒരുപാട് നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ടും നല്ല പരിപാടികൾക്ക് വേണ്ടിയിട്ടൊക്കെ പോസ്റ്ററുകൾ ചെയ്യണം എന്നുണ്ട്. ക്രിയേറ്റീവ്ലി എന്തെങ്കിലും തരത്തിൽ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം എന്നുണ്ട്. കുറെ പഠിക്കണം എന്നുണ്ട്. എല്ലാ പരിപാടിയും സിനിമയിലെ എല്ലാ സാധനവും പഠിക്കണം. അരുണിന് എന്തായിട്ട് അറിയപ്പെടണം എന്നാണ് ആഗ്രഹം? എനിക്കൊരു ക്രിയേറ്റീവ് ആളായിട്ടും ഒരു ആക്ടറായിട്ടും അറിയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ആക്ടറും ആണ്, അതേസമയം മറ്റേ ഡിസൈൻ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഹെഡും ആണെന്നാണല്ലോ. ആർട്ടിസ്റ്റ്, അത് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പം ആക്ടിങ്ങിലേക്ക് യാദർശികമായിട്ട് എത്തിയതാണോ അതോ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നോ? ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാടകങ്ങളിലൊക്കെ ആയിരുന്നു ഞാൻ തുടങ്ങിയത്. 8, 9, 10 കൊല്ലത്തോളം നാടകങ്ങൾ മാത്രമായിരുന്നു. പിന്നീട് ഞാൻ ഷോർട്ട് ഫിലിം, സിനിമ അങ്ങനെ കുറച്ച് ചെറുതായിട്ടാണ് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ട്രൈയിങ് ആണ്. ഓക്കെ, ഇനി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സിനിമ ഫീൽഡിലേക്ക് വരണമെങ്കിൽ എങ്ങനത്തെ രീതിയിൽ ട്രൈ ചെയ്യണം? അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ രീതിയിലും അവരെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യും. അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പല ഇത് ട്രൈ ചെയ്ത് എത്താൻ നോക്കുന്നു. അതേപോലെ തന്നെ അവർക്കും എന്ത് ട്രൈ ചെയ്താലും ഇഫ് യുവർ ഗോൾസ് ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കയറി വരാം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ അക്ഷരങ്ങളുടെ ഉത്സവമാണല്ലോ. അപ്പോ കാ വെച്ചിട്ട് ഒരു 3 വാക്കുകൾ പെട്ടെന്ന് അരുണിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ കാ വെച്ചിട്ട് 3 വാക്കുകൾ നമുക്ക് എടി. കുഞ്ഞമ്മ, കുഞ്ഞമ്മ, എസ്തെറ്റിക് കുഞ്ഞമ്മ, കുസൃതി. കുസൃതി കുട്ടൻ തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് ക്ഷമ. ക്ഷമ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്.